പണ്ട് ദ്വാപരയുഗത്തിൽ സന്ദീപിനി മഹർഷിയുടെ ആശ്രമത്തിൽ അക്ഷരങ്ങൾക്കൊപ്പം സ്നേഹവും പങ്കിട്ട് വളർന്ന രണ്ട് ബാല്യകാല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. കൃഷ്ണനും സുദാമാവും. കാലം കടന്നുപോയപ്പോൾ കൃഷ്ണൻ ദ്വാരകയുടെ ചക്രവർത്തിയായി മാറി. സുദാമാവാകട്ടെ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ വീണുപോയി. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത അവസ്ഥ. ഒരു ദിവസം പട്ടിണി സഹിക്കവയ്യാതെ സുദാമാവിന്റെ ഭക്തി കണ്ണീരോടെ പറഞ്ഞു, നാഥ, അങ്ങ് ദ്വാരകയിൽ പോയി കൃഷ്ണനെ ഒന്ന് കാണണം. ലോകം മുഴുവൻ സഹായിക്കുന്ന ഭഗവാനാണ് അവിടുത്തെ സുഹൃത്ത്. നമ്മുടെ ഈ ദുരിതം കണ്ടാൽ അദ്ദേഹം തീർച്ചയായും സഹായിക്കും. സഹായം ചോദിക്കാൻ സുദാമാവിന് മടിയായിരുന്നു. എങ്കിലും പ്രിയപ്പെട്ട കൂട്ടുകാരനെ ഒന്ന് കാണാലോ എന്ന ആഗ്രഹം കൊണ്ട് അദ്ദേഹം യാത്രയ്ക്ക് തയ്യാറായി. വെറും കൈയോടെ എങ്ങനെ കൃഷ്ണനെ കാണും എന്ന ചിന്ത വന്നപ്പോൾ വീട്ടിലുണ്ടായിരുന്ന കീറിയ തുണിയിൽ അയൽ വീടുകളിൽ നിന്ന് കടം വാങ്ങിയ കുറച്ച് അവൽ ഒരു കിഴിയായി അദ്ദേഹം കെട്ടിയെടുത്തു. തുടർന്ന് അദ്ദേഹം ദ്വാരകയുടെ മുൻപിലെത്തി. മനോഹരമായ ദ്വാരകാ നഗരി കണ്ട സുദാമാവ് അമ്പരന്നു. കൊട്ടാരവാതിക്കലെത്തിയ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച സുദാമാവിനെ കാവൽക്കാർ പരിഹാസത്തോടെ തടഞ്ഞു. ഞാൻ കൃഷ്ണന്റെ ബാല്യകാല സുഹൃത്താണ്, അദ്ദേഹത്തെ ഒന്ന് കണ്ടാൽ മാത്രം മതി എനിക്ക് എന്ന് സുദാമാവ് കെഞ്ചി പറഞ്ഞു. കാവൽക്കാർ അത് വിശ്വസിച്ചില്ലെങ്കിലും വിവരം കൃഷ്ണനെ അറിയിച്ചു. സുദാമാവ് എന്ന നാമം കേട്ടതും ദ്വാരകാധീശനായ കൃഷ്ണൻ സിംഹാസനത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് കിരീടമോ മേൽവസ്ത്രമോ എന്തിന് പാദരക്ഷകൾ പോലും ധരിക്കാതെ കൊട്ടാരമുറ്റത്തൂടെ അദ്ദേഹം ഓടി. കാവൽക്കാരും ഭക്തിമാരും അത്ഭുതപ്പെട്ടു നിൽക്കെ കൃഷ്ണൻ ഓടിച്ചെന്ന് സുദാമാവിനെ കെട്ടിപ്പിടിച്ചു. ആനന്ദത്താൽ രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞുപോയി. കൃഷ്ണൻ സുദാമാവിനെ കൊട്ടാരത്തിനകത്തേക്ക് ആനയിച്ച് സ്വന്തം സിംഹാസനത്തിലിരുത്തി. രുക്മിണി ദേവി വെള്ളം പകർന്നു നൽകിയപ്പോൾ സാക്ഷാൽ കൃഷ്ണൻ തന്നെ സുദാമാവിന്റെ തളർന്ന പാദങ്ങൾ കഴുകി തുടച്ചു. കുശലാന്വേഷണങ്ങൾക്കിടയിൽ കൃഷ്ണൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, എനിക്കായി ജ്യേഷ്ഠത്തെ എന്താ കൊടുത്തയച്ചേ? കൃഷ്ണന്റെ ആശ്ചര്യം കണ്ടപ്പോൾ തന്റെ കീറിയ തുണിയിലെ അവൽ കിഴി എടുക്കാൻ സുദാമാവിന് നാണം തോന്നി. അദ്ദേഹം അത് പിന്നിലേക്ക് ഒളിപ്പിച്ചു. എന്നാൽ കൃഷ്ണൻ ബലം പ്രയോഗിച്ച് ആ പൊതി പിടിച്ചു വാങ്ങി. ഇതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു പിടി അവൽ ആസ്വദിച്ചു കഴിച്ചു. ആ നിമിഷം തന്നെ സുദാമാവിന്റെ കുടിലിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയിരുന്നു. രണ്ടാമത്തെ പിടി അവലും ശ്രീകൃഷ്ണൻ കഴിച്ചപ്പോൾ ഒരുപാട് സമ്പത്തുകൾ സുദാമാവിനായി നൽകപ്പെട്ടു. മൂന്നാമത്തെ പിടി അവൽ കഴിക്കാൻ തുടങ്ങിയപ്പോൾ രുക്മിണി ദേവി കൃഷ്ണന്റെ കൈ തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നാഥ, അവിടുന്ന് അദ്ദേഹത്തിന് സർവ്വതും നൽകി കഴിഞ്ഞു. ഇനിയും കഴിച്ചാൽ അങ്ങ് അദ്ദേഹത്തിന് മോക്ഷം നൽകേണ്ടി വരും. ഭൗതിക സുഖങ്ങൾ അനുഭവിക്കാൻ അദ്ദേഹത്തെ അനുവദിച്ചാലും. തുടർന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ മൂന്നാമത്തെ പിടി അവൽ രുക്മിണി ദേവിയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. വിഭവസമൃദ്ധമായ ഭക്ഷണത്തിന് ശേഷം സുദാമാവ് യാത്ര തിരിച്ചു. സ്വന്തം ദാരിദ്ര്യത്തെ കുറിച്ച് ഒന്നും പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. എങ്കിലും കൃഷ്ണനെ കണ്ട സന്തോഷത്തിൽ അദ്ദേഹം എല്ലാം മറന്നു. ഒന്നും തന്നില്ലെങ്കിലും ആ സ്നേഹം മാത്രം മതി എനിക്ക് എന്ന് അദ്ദേഹം മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഗ്രാമത്തിൽ തിരിച്ചെത്തിയ സുദാമാവ് കണ്ടത് തന്റെ പഴയ കുടിലിന്റെ സ്ഥാനത്ത് സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്ന ഒരു കൊട്ടാരമാണ്. പട്ടു വസ്ത്രങ്ങൾ അണിഞ്ഞ് പത്നിയും കുട്ടികളും അദ്ദേഹത്തെ സ്വീകരിച്ചു. അപ്പോഴാണ് കൃഷ്ണൻ താൻ ചോദിക്കാതെ തന്നെ എല്ലാം നൽകിയെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞത്. ദ്വാരകാധീശനായിരുന്നിട്ടും ദരിദ്രനായ സുദാമാവിന്റെ കാലുകൾ കഴുകിയ കൃഷ്ണന്റെ പ്രവൃത്തി എത്ര ഉന്നതനായാലും വിനയം കൈവിടരുത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. സുദാമാവ്